ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ മലൈക്കോട്ടെ വാലിബൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ആൻഡ് യെസ്, നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത ട്രെയിലറാണ്. ആൻഡ് ടീസർ ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ട്രെയിലറിൽ കിടക്കാം. 2.5 മിനിറ്റ് ട്രെയിലറാണ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ലിജോ ജോസ് പള്ളിശ്ശേരി ഹാസ് ഹസ് ടു ഓഫർ. അപ്പോൾ തുടങ്ങാലോ. ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നു. മതിമറന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൊടും ചതിയാണ്. വെള്ളക്കാർ കരയണം, ചോര വീഴണം. ഡാർക്കാണല്ലോ ലേശം. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ഓ, ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. ലാലേട്ടൻ കുറെ സ്ലോ മോഷൻ ഷോട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കുറെ ഉണ്ട്. ഇത് ആ പെമ്പിള പറയണേ. ഓക്കെ, ഓ ഫ്രെയിം 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 പക്ക ഫ്രെയിം. ബ്രോ, മോഹൻലാൽ അവതാരം. I don't know when. Killed it. മലൈക്കോട്ടെ വാലിബൻ, written by ലിജോസ് പള്ളിശ്ശേരി, releasing in 25th of January. 25th of January. ഞാനൊരു കാര്യം പറയാം. ഇതിൽ ചില ഷോട്ട് ഉണ്ട്, എൻ്റെ പൊന്നു മോനെ. ആ ഒരു മഞ്ഞ പൊടി, എന്തെങ്കിലും മഞ്ഞപ്പൊടി എന്ന് തോന്നുന്നു, മഞ്ഞപ്പൊടി, പിന്നെ ഒരു ചോപ്പ കളറൊക്കെ വെതറി ഇട്ടുക അങ്ങോട്ട്. പല സ്ലോ മോഷൻ ഷോട്ടും ഡാർക്കാണ് അത്യാവശ്യം. എനിക്ക് തോന്നുന്നു ഫ്രീഡം ഫൈറ്റ് എറ അതിന് മുന്നുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അതിൽ കൂടുതൽ കാണിക്കുന്നത്. ഞാൻ മുമ്പ് വീഡിയോ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തൊരു പോയി കാണാം. ഇവിടേക്ക് അവിടേക്ക് ഉണ്ടാകും. പിന്നെയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ആണ് ഇതിൽ മെയിൻ വില്ലന്മാർ. ഇവർ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ അവരുടെ തെണ്ടിത്തരത്തിനെതിരെ പോരാടുകയും കുറേ പേര് മരണപ്പെടുകയും അതിൽ മെയിൻ ഒരാൾ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആൾ. മലൈക്കോട്ടെ വാലിബൻ ചിലപ്പോൾ വന്ന പേരായിരിക്കും. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് നെയിം ഈസ് ആക്ച്വലി. അപ്പോൾ ട്രെയിലർ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും നല്ലൊരു ആശംസ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ലിജോസ് പള്ളിശ്ശേട്ടനായാലും നമ്മുടെ ലാലേട്ടനായാലും എവറി ക്രൂ മെമ്പേഴ്സ് ഹാഡ് ഡൺ എ ഫാൻറ്റാസ്റ്റിക് ജോബ്. ആൻഡ് ആ ബിഗ് ബോസിൽ അന്ന് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഞാൻ മറന്നു കേട്ടോ. സുചിത്ര ചേച്ചി ഉണ്ട്. ആൻഡ് അങ്ങനെ നല്ല നല്ല പുതിയ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഐ വിഷ് യു ഓൾ എ വെരി ബെസ്റ്റ്. മോഹൻലാൽ ഫാൻസിനൊക്കെ സത്യം പറഞ്ഞാൽ ലോട്ടറി അടിക്കും. പല സ്ഥലത്ത് ഞാൻ ഫ്ലെക്സ് കണ്ടു ഞാൻ. അപ്പോൾ അതും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. കൂടുതൽ ലാഗ് അടിപ്പിക്കുകയൊന്നുമില്ല. പരമാവധി ഈ ഒരു മൂവി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത് ഞാൻ പറയും. മൂവി നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, പൊട്ടയാണെങ്കിൽ ഇത്രയും ഉണ്ടാക്കിയതല്ലേ, പ്രാക്കുകളല്ലേ, നമ്മുടെ ആളേട്ടനെ ഇടാവും. 100 കോടിയായിട്ടാണ് വെച്ചിട്ട്, 100 കോടി എൻ്റെ പൊന്നു. പാൻ സിനിമയും. അപ്പോൾ 100 കോടി മറികടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.